ഇപ്പോൾ പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ പ്രചാരണ വേദിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. അതിന്റെ തത്സമയം RSSന്റെ നേതൃത്വത്തിലുള്ള സംഘപരിവാറിന് ആ കെട്ടിടം തകർക്കുന്നതിന്, ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റുമായിരുന്നു. സ്വാഭാവികമായും വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗതിക്കാരെല്ലാം ഉണ്ടായി. നമ്മുടെ മതന്യൂനപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളത് തകർത്തതിൻ്റെതായ ശക്തമായ വികാരം ഉയർന്നു വന്നു. അതിന് കൂട്ടുനിന്ന കോൺഗ്രസിനും കോൺഗ്രസ് സർക്കാരിനുമെതിരായ വികാരവും ശക്തമായി ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ നമ്മുടെ ഇവിടെ കേരളത്തിലെ കോൺഗ്രസിനോടൊപ്പം മന്ത്രിസഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇരിക്കുകയായിരുന്നു. സ്വാഭാവികമായും വലിയ അമർഷം ലീഗ് അണികളിലുമുണ്ടായി. ഒരാവശ്യം ശക്തമായി ഉയർന്നു വന്നു. ഇതിനോട് പ്രതിഷേധിക്കണം, കോൺഗ്രസിന്റെ നിലപാടിനോട് പ്രതിഷേധിക്കണം. പക്ഷേ മന്ത്രിസ്ഥാനം വളരെ പ്രധാനമായി അവർ കണ്ടു. ആ മന്ത്രിസ്ഥാനം വിട്ടുള്ള ഒരു കളിക്കും തൽക്കാലം പോകേണ്ടതില്ല എന്നവർ തീരുമാനിച്ചു. അങ്ങനെ ബാബറി മസ്ജിദ് തകർക്കുന്നതിന് എല്ലാ തരത്തിലും ഒത്താശ ചെയ്ത കോൺഗ്രസിന്റെ കൂടെ അന്ന് കേരളത്തിൽ മന്ത്രിമാരായി ലീഗ് തുടർന്നു. ഇതിൽ വ്യാപകമായ അമർഷം ലീഗ് അണികളിൽ തന്നെ. അപ്പോഴാണ് ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പ് വരുന്നത്. ആ ഒറ്റപ്പാലം തെരഞ്ഞെടുപ്പിൽ കണ്ട ഒരു കാഴ്ച, അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു. അദ്ദേഹം ലീഗ് അണികളെ തണുപ്പിക്കാൻ വേണ്ടി വന്നു. ഒരു വീട്ടില് വരുമെന്ന് നേരത്തെ അറിയിച്ചു. സാധാരണ തങ്ങൾ വന്നാൽ കൂടിക്കൂടുന്ന ലീഗുകാരെ കാണാനില്ല. അപ്പോ തങ്ങളെ ആ വീട്ടിലിരുത്തിക്കൊണ്ട് ചുറ്റുപാടുമുള്ള ലീഗ് പ്രവർത്തകരെയും ലീഗ് അണികളെയും ആ വീട്ടിലേക്ക് എത്തിക്കാൻ പോയി ചിലർ പറയാണ്, തങ്ങൾ വന്നിരിക്കുന്നുണ്ട്, നിങ്ങൾ വേഗം അങ്ങോട്ട് വരണം. പക്ഷേ ഈ പറഞ്ഞ ആളുകള് അത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി അങ്ങോട്ട് പോകാൻ തയ്യാറായില്ല. യോഗം നടത്താനാവാതെ വരുന്ന അവസ്ഥയുണ്ടായി. ഇത്ര കടുത്ത
പ്രതിഷേധം അന്ന് ഉയർന്നു വരാനിടയായത് എന്തിന്റെ ഭാഗമായിട്ടായിരുന്നു? ഈ പറയുന്ന ശരിയായ നിലപാട് സ്വീകരിക്കാൻ കഴിയാത്തതുകൊണ്ട് കോൺഗ്രസിനോട് ഒട്ടിനിന്ന് അതിന്റെ ഭാഗമായി കോൺഗ്രസ് കാണിച്ച തെറ്റായ നിലപാടിനെ എതിർക്കാനും അതിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനും കഴിയാത്തതുകൊണ്ട് ഇപ്പോ ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. ആ അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. മുഖ്യമന്ത്രി പിണറായി വിജയൻ പാലക്കാട് LDF സ്ഥാനാർത്ഥി ഡോക്ടർ സരിൻ്റെ പ്രചാരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം നിശ്ചിതമായ ചില വിമർശനങ്ങളാണ് ഉയർത്തിയിരിക്കുന്നത്.